അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ഫൈനൽ പാർട്ടാണ്. ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ നമ്മൾ ലാസ്റ്റ് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 വീഡിയോസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി, ഡെയിലി, 4 അവർ എന്ന് പറയുന്ന ടൈം ഫ്രെയിമിനെ യൂസ് ചെയ്ത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എങ്ങനെ ഡ്രോ ചെയ്യാം ആയിരുന്നു നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ, പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അവർ, 2 അവർ, 1 അവർ എന്ന് പറയുന്ന ടൈം ഫ്രെയിമിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സിൽ നമ്മൾ എങ്ങനെ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു വീക്ക്ലി തൊട്ടൊരു 4 അവർ വരെ ഉള്ള ലെവൽസിനെ നമുക്ക് ഒരു എക്സ്റ്റേണൽ ലെവൽസ് എന്ന് പറയാം. അപ്പോൾ എക്സ്റ്റേണൽ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു രീതിയിൽ ആണ്. പക്ഷേ ഈ ഒരു സ്വിങ്സിലും മാർക്കറ്റിന് പല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ്സ് ആയിരിക്കും ഇനിയുള്ള ടൈം ഫ്രെയിം ആയിട്ടുള്ള 1 അവർ, 30 മിനിറ്റ്സ്, 2 അവർ എന്ന് പറയുന്ന ടൈം ഫ്രെയിമിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവാത്തവർക്ക് പറഞ്ഞുതരാം. ഇങ്ങനൊരു സ്ട്രക്ചറാണ് മാർക്കറ്റിൻ്റെ എങ്കിൽ ഇത് ഡയറക്റ്റ്ലി ഇങ്ങനൊരു സ്ട്രക്ചർ അല്ല അവിടെ മാർക്കറ്റ് ഉണ്ടാകുന്നത്. ചിലപ്പം മാർക്കറ്റ് ഈ ഒരു രീതിയിലൊക്കെ വന്ന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റൊക്കെ നടത്തി ഇങ്ങനെ താഴോട്ട് വന്നു ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ഏരിയയിലും മാർക്കറ്റ് നേരെ അല്ലായിരിക്കും വീഴുന്നത്. ഇവിടേക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറോ കാര്യങ്ങളോ ഒക്കെ കാണിച്ചായിരിക്കും മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡ്രോ ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലോ അല്ലെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലോ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലോ നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്കത് ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ്ലി ഡ്രോ ചെയ്താൽ മതി. നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് 1 അവർ, 30 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് എന്ന് പറയുന്ന ടൈം ഫ്രെയിമിന് ഒരു ഇമ്പോർട്ടൻസ് അവിടെ വരാനായിട്ട് പോകുന്നത്. കാരണം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ വീക്ക്ലി, ഡെയിലി, 4 അവർ, 2 അവറിലൊക്കെ വരയ്ക്കുന്ന ലെവൽസിനെ നമുക്ക് ത്രൂ ഔട്ട് ദ വീക്ക് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേയ്സ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ മന്ത് നമുക്ക് ആ ഒരു ലെവൽസിനെ തന്നെ നമ്മൾ നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ ഇത്രയും ലെവൽസിനെ ഈ ഒരു വീക്കിൽ ഞാൻ ഈ ഒരു ലെവൽസ് ആയിരിക്കും നോക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഇനി നമ്മൾ ഡ്രോ ചെയ്യാൻ പോകുന്ന 1 അവർ, 30 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് എന്ന് പറയുന്ന ലെവൽസ് നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ അല്ലെങ്കിൽ ആ ഒരു ലെവൽസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രമായിരിക്കും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റോഡ് ടു 1K ആണ്. അതിനോടൊപ്പം തന്നെ ടെലിഗ്രാമിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും ഞാൻ എടുക്കുന്ന എൻട്രീസ് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊരു 1 മന്ത് വരെ ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാന്. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഒരു 1 വീക്ക് ആവാറായി. നമ്മൾ ഇന്ന് തേഴ്സ്ഡേ ആണ്, നാളെയും കൂടി ആവുന്ന ടൈമിൽ 1 വീക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ട്രേഡ്സ് പോസ്റ്റ് ചെയ്തു. നമ്മൾ ഇപ്പം തന്നെ എന്താണ് ഓൾമോസ്റ്റ് ഒരു 11% അപ്പാണ്. 11% അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർ ഡേ 1% റിസ്ക് ആണ് നമ്മളവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ട്രേഡ്സ് നോക്കിയെടുക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ 1% റിസ്ക് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി 1 അവർ ടൈം ഫ്രെയിമിലോട്ട് വരാം. 1 അവർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ ചാർട്ടിന് ഇടുന്ന ടൈമിൽ നമ്മൾ നോക്കേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെവൽസിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്വിങ്സിനെ ആയിരിക്കും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു 4 അവറിലോ അല്ലെങ്കിൽ ഡെയിലിയിലോ അല്ലെങ്കിൽ 2 അവറിലോ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡ്രോയിങ്സിന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾക്ക് ആ ഡ്രോയിങ്സിന് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അങ്ങ് വരച്ച് പോകാം. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സെല്ലിങ് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റി. ഇവിടെ നിന്ന് ഡയറക്റ്റ് അങ്ങ് മുകളിലോട്ടല്ല പോയത്, ഇവിടെ നിന്നൊരു ഡൗൺ സൈഡ് വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അതേപോലെ ഇവിടെ നിന്ന് ഡയറക്റ്റ് താഴോട്ടല്ല വന്നത്, തിരിച്ച് ഇങ്ങനെ ഒരു ഏരിയ വന്നിട്ടാണത് താഴോട്ട് പോയത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാർക്കറ്റ് 1 അവറിലും 30 മിനിറ്റ്സിനും 15 മിനിറ്റ്സിനും വരുന്ന ടൈമിൽ മാർക്കറ്റ് ഡയറക്റ്റ്ലി മുകളിലോട്ട് പോകത്തില്ല. മാർക്കറ്റ് ഇൻറ്റേർണലി കുറേ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇൻറ്റേർണലി സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക്
ഈ പല ഏരിയാസിലും ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ആ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലോട്ട് ഈ ഒരു ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഫെയിൽ ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്, റിജക്ഷൻസ് സംഭവിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റി. പക്ഷെ നമ്മുടെ ട്രെൻഡ് എന്താണ്, നമ്മുടെ ട്രെൻഡ് ഒരു ബുള്ളിഷ് ട്രെൻഡാണ്. പക്ഷേ അപ്പം നമുക്ക് അവിടെ ഡൗട്ട്സും കാര്യങ്ങളും വരും. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള, നമ്മൾ 2 ഹവറിലും 4 ഹവറിലും ഒക്കെ വന്നിട്ടുള്ള ലെവൽസിനോട് അടുത്ത് കിടക്കുന്ന സ്വിങ്സിനെയാണ് നമ്മൾ പിന്നെ നോക്കേണ്ടതായിട്ടുള്ള സ്വിങ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സ്വിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു നല്ല സ്വിങ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ നമ്മുടെ ഏറ്റവും അടുത്ത് വന്ന് കിടക്കുന്ന സ്വിങ്സ് ഏതാണ്, നമുക്ക് ഇപ്പം തന്നെ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് പോകാം. ഇപ്പം നിൽക്കുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് പ്രീവിയസ്ലി നല്ല രീതിയിലുള്ളൊരു ഫോൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവല് മാർക്കറ്റ് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള സെല്ലേഴ്സിൻ്റെ മൊത്തം സ്റ്റോപ്പ് ലോസ് അവർ ഹിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു ലെവൽസൊക്കെയാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഇന്നോ നാളെ ഗോൾഡ് ഈ ഒരു ലെവൽസിനെയൊക്കെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു പുഷ് നമുക്ക് അപ്സൈഡിലോട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ലെവൽസും ഈ ഒരു ലെവലും ഒക്കെ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു മെയിൻ ലെവലിലോട്ടും കൂടിയാണ് മാർക്കറ്റ് വരുന്നത്. ഓവർ ട്രെൻഡ് എന്താണ് കൂടി നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയാസ് കിട്ടും. അപ്പോൾ ഈ ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ഈ ഒരു ലെവൽസ് മൊത്തത്തിൽ നിങ്ങൾ എടുക്കേണ്ടി വരത്തില്ല. നമുക്ക് എടുക്കേണ്ട ലെവൽസ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം വളരെ ഈസി ആയിട്ട്. നമ്മുടെ ലാസ്റ്റ് സ്വിങ്സ് ഇവിടെ ഉണ്ട്. ഇനി ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്നുള്ള മേജർ ആയിട്ടുള്ള സ്വിങ്സ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്വിങ്ങിനെ തന്നെ നമുക്ക് എടുക്കാം. ഈ ഒരു സ്വിങ്ങിനെ നമ്മൾ എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ഒരു കംപ്ലീറ്റ് ഫോൾ ക്രിയേറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ മാർക്കറ്റ് ടേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസിലി മാർക്കറ്റ് ഈ ഒരു ലെവൽസിലോട്ടൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ലെവലിനെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു, നമുക്കിനി അധികം ലെവൽസ് ഒന്നും അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ട്രെൻഡ് തിരിയുകയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം, നമുക്ക് ഈ ഒരു ലെവലിൻ്റെ താഴെയൊക്കെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രെൻഡ് റിവേഴ്സായി എന്നുള്ള കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ വരുന്നത് എന്താണ്, 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റ്സിലും നമ്മൾ നോക്കുന്നത് ഇതേ ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ്ലി മാർക്കറ്റ് മുകളിലോട്ട് പോയില്ല. മാർക്കറ്റ് കണ്ടോ ഈ ഒരു ഏരിയയിൽ ഒരു ഫെയിൽ കാണിച്ചു. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് അറിഞ്ഞുകൂടെ ചിലപ്പം ഈ ഒരു മൂവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പോകാനാണ്. അതേ മൂവിനെ നമ്മളൊരു ഒരു 2 ഹവറിലോട്ട് ഇടുമ്പോൾ അത് ഡയറക്റ്റ് അപ്സൈഡിലോട്ട് പോകുന്നതായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. നമുക്ക് ഈ ഒരു പുഷിന് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. കണ്ടോ ഈ ഒരു പുഷിന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ 30 മിനിറ്റ്സിലും നമ്മൾ നോക്കേണ്ട ഓവറോൾ ചോയ്സിനെയോ കാര്യങ്ങളോ നമ്മൾക്കിപ്പോൾ ഇവിടെ നോക്കേണ്ടി വരത്തില്ല. കാരണം എന്താണ്, നമുക്ക് 1 ഡേയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എത്രയാണ്, ഒരു 3% ഒക്കെ മാക്സിമം പോവും, 3% ഡൗൺ. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് നമുക്ക് ആ ഒരു ലെവൽസിന് കാണാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഏരിയാസ് എടുക്കാം. അതേപോലെ 30 മിനിറ്റ്സിൽ നമ്മൾ നോക്കുന്ന ടൈമിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റുന്നൊരു റീസൺ ഉണ്ടായിരുന്നത് എങ്ങനെയാണ്, നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് ഈ ഒരു പുഷ് ക്രിയേറ്റ് ചെയ്തു, ഡൗൺ സൈഡിലോട്ട് വന്നു, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് ടേക്ക് ചെയ്തു, തിരിച്ച് ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്തു, തിരിച്ച് ഇവിടുന്ന് ഒരു ക്യാൻഡിൽ ക്ലോസ് നല്ലൊരു സസ്റ്റെയിൻ മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു സസ്റ്റെയിൻ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ലോങ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ മാർക്കറ്റ് ആ ഒരു ഏരിയ സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ച് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നു. എവിടോട്ടാണ് വീണ്ടും വന്ന് നിൽക്കുന്നത്, ഇപ്പോൾ ഉള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഏരിയാസിൽ നമുക്ക് എന്ത് കാണാം, നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വേണമെങ്കിൽ മാർക്കറ്റിന് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ടേക്ക് ചെയ്ത് മാർക്കറ്റിന് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് അപ്പ് സൈഡിലോട്ട് പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് പോകാം. ഞാൻ കഴിഞ്ഞ മുമ്പ് ലാസ്റ്റ് സ്ട്രാറ്റജി വീഡിയോയിൽ ഒരു പാറ്റേണിനെ പറ്റി പറഞ്ഞു. ഈ ഒരു പാറ്റേണിനെ പോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ട്രാപ്പ് ചെയ്തിട്ട് മാസീവ്ലി താഴോട്ട് പോകാം. അപ്പോൾ അങ്ങനെ എല്ലാം ഉള്ള കണ്ടീഷൻസിൽ ആണ് ഇപ്പോൾ ഗോൾഡ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്ന ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒന്നും ട്രേഡ് എടുക്കത്തില്ല. നമ്മൾ അൺടിൽ ആൻഡ് അൺലെസ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സസ്റ്റെയിൻ കിട്ടണം. അല്ലെങ്കിൽ എന്താണ്,
അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വരച്ച ഈ ഒരു പാറ്റേൺ ഈ ഒരു പാറ്റേണിൻ്റെ ലോയെ നമുക്ക് ക്ലോസ് ചെയ്ത് കിട്ടണം. അതിനോടൊപ്പം തന്നെ അവിടെയും നമ്മൾ അഗ്രസീവ് ആവത്തില്ല. നമുക്ക് അവിടെ ഒരു വളരെ മിനിമം ക്വാണ്ടിറ്റി നമുക്ക് ഡൗൺ സൈഡിലോട്ട് എടുക്കാം. പക്ഷേ നമ്മൾ കൂടുതലും ആക്റ്റീവ് ആവുന്നത് ഈ ഒരു ലോയും കൂടി മാർക്കറ്റ് ടേക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ബെയറിഷ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് വരയ്ക്കുന്ന ഇവിടെ അധികം വരയ്ക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിങ്ങിനെ ഈ ഒരു സ്വിങ് നമുക്ക് കൂടുതൽ കൺഫർമേഷൻ കിട്ടും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലെവലിനെ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു കൺഫർമേഷനും കിട്ടും. അതിനോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈസിലി അത് ഈ ഒരു ലെവലിലോട്ട് വരാനാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലെവലിൽ കഴിഞ്ഞ് ഈ ഒരു ലെവലിലോട്ട് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ മുകളിൽ കീപ്പ് ചെയ്യാം. അതേപോലെ നമുക്ക് ഫസ്റ്റ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, ബിഹേവ് ചെയ്യാം. ആ ഒരു ബിഹേവിയറും കൂടി കണ്ടു കഴിഞ്ഞ് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ ട്രേഡ്സ് എടുക്കാനായിട്ട് സാധിക്കും. അല്ല, മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കോ ഒബിയോ എടുത്തതിന് ശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം എന്താണ്, ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് കാണുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്പ് സൈഡിലോട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആക്റ്റേ ചെയ്യുന്നില്ല. നമ്മളിവിടെ ട്രേഡ്സിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് എങ്ങനെയാണ് ഈ ഒരു ലെവലായിട്ടുള്ള 4771 എന്ന് പറയുന്നതും അതേപോലെ തന്നെ 4691 എന്ന് പറയുന്ന ലെവലിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നു എന്നതിനെ നമ്മൾ വാച്ച് ചെയ്യുന്നു. അതിനുശേഷമായിരിക്കും നമ്മൾ ട്രേഡ്സുകൾ പഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ട്രേഡ്സുകൾ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 5 മിനിറ്റിലോട്ട് 3 മിനിറ്റിലോട്ട് വരുന്നു. അപ്പോൾ 15 മിനിറ്റ്സിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ ഇതേ ഒരു കണ്ടീഷൻ, ഇപ്പോൾ ഒരു ലോജിക്ക് നമുക്ക് കൊണ്ടുവന്നത് ഇത് എൻ്റെ നമുക്ക് നേരത്തെ എല്ലാം നമുക്ക് ജസ്റ്റ് നിങ്ങൾ ഒരു വട്ടം ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സ്വിങ്സിൽ മാത്രം നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്ത് പോവാണ്. നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരുമ്പോൾ 1 അവർ 30 മിനിറ്റ്സ് 15 മിനിറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം നമ്മൾ മാർക്കറ്റിൻ്റെ ലോജിക് ആയിരിക്കും നോക്കുന്നത്. നമ്മൾ 30 മിനിറ്റ്സിൽ നോക്കി നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ലോജിക്ക് കിട്ടി. 15 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് 30 മിനിറ്റ്സിൽ ലോജിക്ക് കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം ഈ ഒരു ഏരിയാസിലൊന്നും നമുക്ക് അങ്ങനെ ലോജിക്കായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേണോ അല്ലെങ്കിൽ നമ്മളുടെ ട്രേഡിംഗ് മെത്തേഡിനനുസരിച്ചുള്ള നമുക്ക് അപ്പോൾ ഏറ്റവും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 മിനിറ്റ്സിലോട്ട് വരുമ്പോൾ നമുക്ക് കിടക്കുന്ന 2 ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ലെവൽസാണ്. ഈ 2 ലെവൽസിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, 30 മിനിറ്റ്സിൽ നോക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ചെയ്തത് എന്താണ്, ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഒരു പാറ്റേൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനെ ബ്രേക്ക് ചെയ്തു, അത് സസ്റ്റെയിൻ ചെയ്തു, അതുകൊണ്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്തു. ആ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു ലെവലിൻ്റെ മുകളിൽ അതിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാമായിരുന്നു ഈ ഒരു ലെവലിൽ നിന്ന് ഉണ്ടായ ഒരു മൂവ്മെൻറ്റ് ഇവിടെ സസ്റ്റെയിൻ ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ വ്യൂവിലോട്ട് മാർക്കറ്റ് വന്നു എന്നുള്ളത്. ഇതെല്ലാം വ്യൂ ആണ്, ഇത് എൻട്രി എടുക്കാനുള്ള ക്രൈറ്റീരിയ അല്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വന്ന് നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, നമുക്ക് ഓക്കെ മാർക്കറ്റ് ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്യാനായിട്ട് പറ്റി, പക്ഷേ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവലിനെ മാർക്കറ്റിനെ ടേക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ത് നോക്കി, ഇനി എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ചെയ്തത് എന്താണ്, 30 മിനിറ്റിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഏരിയയിൽ വന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന എന്താണ്, ഇനി ഇവിടുന്ന് നമുക്കൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇവിടുന്ന് ബയേഴ്സ് ഇനി ആക്റ്റീവായി ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്യുവാണെങ്കിൽ കൊള്ളാം, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ബുള്ളിഷാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഈ ഉണ്ടാക്കുന്ന ബയേഴ്സിൻ്റെ മൊത്തം സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് അവരെല്ലാം എടുത്ത സ്റ്റോപ്പ് ലോസ് ഏതൊക്കെ ലെവൽസ് ആയിരിക്കും, ഒന്നിൽ ഈ ഒരു ലെവൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ലെവൽസ് ആയിരിക്കാം. അപ്പോൾ ഈ ഇവിടുന്ന് അടുത്ത ബയേഴ്സിൻ്റെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് ഈ ഒരു ലെവലിൽ തീരുമ്പോഴായിരിക്കും. അപ്പോൾ ഈ ഒരു ലെവലും കൂടി തീർന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനെ അല്ലെങ്കിൽ നമ്മൾ വരച്ച് വെച്ച ആ ഒരു വെഡ്ജ് പാറ്റേണിനെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഫെയിൽ ചെയ്യുന്നു. അവിടെ നിന്നുള്ള ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് സെല്ലേഴ്സ് അത് ഓവർടേക്ക് ചെയ്യുകയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീക്കിലി തൊട്ട് 2 അവർ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 1 അവർ 30 മിനിറ്റ് 15 മിനിറ്റ്സിൽ മാർക്കറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടേതായ ലോജിക് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങളുടെ പ്രാക്ടീസ് വളരെ രീതിയിൽ വേണം. അപ്പോൾ എൻ്റെ ഒരു മെത്തേഡ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് പലർക്കും പല മെത്തേഡായിരിക്കും.
നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേൺ കണ്ടു, ചിലവരവിടെ പാറ്റേൺ കാണത്തില്ല. ചിലവരെന്ത് ചെയ്യും, ഓക്കെ അവർക്ക് അവരിവിടെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, അവർ വിചാരിക്കും എനിക്ക് സ്ട്രക്ചർ മാപ്പ് ചെയ്യാൻ അറിയാം. അപ്പോൾ എൻ്റെ ഒരു സ്ട്രക്ചർ പോയി മാപ്പ് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എനിക്ക് ഈ ഒരു ഏരിയയിൽ സ്ട്രക്ചർ മാപ്പ് ചെയ്യാം. ഇവിടുന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നു, ഇവിടുന്ന് വന്നു, അതിനുശേഷം ഈ ഹൈയെ മാർക്കറ്റ് ടേക്ക് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വന്നു, ഈ ഒരു ഏരിയയിലുള്ള മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, നമുക്കൊരു ലോവർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അപ്പോൾ ഇനിയുള്ള നമ്മുടെ എൻട്രീസ് കൂടുതലും ബെയറിഷ് ആയിരിക്കും. അപ്പോൾ ബെയറിഷിലോട്ട് കൺഫേം ചെയ്യാനായിട്ട് വരുമ്പോൾ ഇവിടെ ഒരു ലൈൻ നോക്കിയപ്പോൾ അവിടെ ഒരു ട്രെൻഡ് ലൈൻ കാണാനായിട്ട് പറ്റി. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഡൗൺ സൈഡിലോട്ട് എടുക്കാം. ഈ ഒരു ലോജിക്കിൽ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണ്, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എടുക്കാത്തതിൻ്റെ റീസൺ എന്താണ്, കാരണം ഈ ട്രെൻഡ് ലൈൻ്റെ ഈ ഒരു ഏരിയയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഓർഡേഴ്സ് ഉണ്ട്. മാർക്കറ്റിന് വേണമെങ്കിൽ ആ ഒരു ഓർഡേഴ്സിനെ എടുത്തിട്ട് തിരിച്ച് ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, നമുക്ക് കോഷ്യസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് എന്താണ്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ സെല്ലിങ്ങിന് ലാസ്റ്റ് ബൈയിങ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായെങ്കിൽ അതിൻ്റെ സെല്ലിങ് പോയിന്റിന് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമുക്കൊരു റിജക്ഷൻ, ഒരു അപ്പ് സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ, അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ എപ്പോഴും ഫെയിൽ ആവുന്നത് എവിടെയാണ്, ഇവിടെ നിന്നെല്ലാം ബയ്യേഴ്സ് ആക്റ്റീവായ ഒരു പോയിന്റിൽ അവരെല്ലാം എന്താണ് എഗൻസ്റ്റ് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റും. ആ ഒരു എൻട്രി ഡൗൺ സൈഡിലോട്ട് എൻട്രി ആയിരിക്കും. ആ ഒരു എൻട്രി നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച എൻട്രി അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ, അല്ലാത്ത പക്ഷം നമ്മൾ എടുക്കത്തില്ല. സ്ട്രാറ്റജി നിങ്ങൾക്ക് പല സ്ട്രാറ്റജി ആയിരിക്കാം. ഇപ്പോൾ ഈ ഒരു വളരെ ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ RSI യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, ഈ ഒരു ഏരിയയിലോട്ട് വരുന്ന സമയത്ത് RSI ഹൈക്കായിട്ട് നിൽക്കുവാണ്, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് RSI ഒരു മിഡ് പോയിന്റിൻ്റെ അപ്പ് സൈഡിൽ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ അപ്പോൾ RSI കൂടി നിൽക്കുവാണ്, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലോട്ട് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഒരു RSI ഡൈവേർജൻസ് കാണിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ ഒരു EMA ഒരു 2050 യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇത് വളരെ സിമ്പിൾ സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞു തരുവാണ്. നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് അല്ലാതെ യൂസ് ചെയ്യാത്ത പല സ്ട്രാറ്റജീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കത് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ EMA 2050 ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു 20 EMA അല്ലെങ്കിൽ ഒരു 50 EMA ക്രോസ് ഓവർ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാം. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള എൻട്രീസ് പറഞ്ഞാണ്. ഇതിലും കൂടുതൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എൻട്രീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ആ ഒരു എൻട്രീസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എന്ത് മനസ്സിലായി, മാർക്കറ്റ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് അവിടെ ഒരു ക്ലോസ് കിട്ടണം. ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ലാസ്റ്റ് ഉണ്ടായ ഈ ഒരു ബയ്യേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇരിക്കുന്ന ഏരിയ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത് നോക്കും, ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ലെവലിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടീഷൻ വെച്ച് നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു 1:2 പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞു. ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഫസ്റ്റ് എന്താണ്, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കൂ. ഇമ്പോർട്ടൻറ്റ് ലെവൽസ് വീക്ക്ലി, ഡെയിലി, 4 hour 2 hour യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിച്ചു. 2 hour 1 hour 4 hour 2 hour 1 hourൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങനത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്യാതെ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ സഡൻ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ മനസ്സിലാക്കി. 30 minutes 15 minutes 1 hour എന്ന് പറയുന്ന സെഷനിലെ ലോജിക് എന്താണ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വരച്ചു വെച്ച ഇമ്പോർട്ടൻറ്റ് ലെവൽസിൻ്റെ ഉള്ളിലത്തെ മാത്രമേ പിന്നെ നമ്മൾ നോക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്ലെയിൻ ചാർട്ടിൽ പോയിട്ട് നമ്മുടെ അനാലിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് കുറേ അവിടുന്ന് സെല്ലിംഗ് പ്രഷർ കാണുന്നതായിട്ട് തോന്നും, ഇവിടുന്ന് ബൈയിങ് പ്രഷർ വരുന്നതായിട്ട് കാണുന്നതായിട്ട് തോന്നും. അപ്പം അതിനെയെല്ലാം നമുക്കൊന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വരുന്ന നമ്മുടെ റേഞ്ച്, നമുക്കിവിടെ ഏത് റേഞ്ചാണ് ലാസ്റ്റ് വന്നത്, നമുക്ക് വന്ന റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. അപ്പോൾ ഈ ഒരു 100 points റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മനസ്സിലാക്കി. 100 points ഉള്ളിൽ മാർക്കറ്റ് ഇതായിരുന്നു, ഇവിടുന്ന് വന്നു,
താഴോട്ട് വന്നതിന് ശേഷം ഈ ഒരു ഹൈ വളരെ സ്ലോ ആയിട്ടാണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 15 മിനിറ്റിലൊക്കെ ഓർഡർ ബ്ലോക്കുകളുണ്ടോ, ഫെയർ വാല്യൂ ഗ്യാപ്സുകളുണ്ടോ, പിന്നെ റെസ്പെക്ട് ചെയ്യാതെ പോകുന്നുണ്ടോ, നമ്മുടെ ട്രെൻഡ് ലൈൻസ് ഉണ്ടോ, അതെല്ലാം നമ്മൾ നോക്കി നമ്മുടെ ലോജിക്ക് കിട്ടി. ഇനി ആ ലോജിക്കിനെ നമ്മുടെ എൻട്രിയുമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ ഇനി ആ ഒരു 30 മിനിറ്റ്സിൻ്റെ ഇവിടെ കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അധികം ബൈ സൈഡിലോട്ടുള്ള എൻട്രീസ് ഇൻട്രസ്റ്റഡ് ആകത്തില്ല. പിന്നെ എനിക്ക് എൻ്റെ സിസ്റ്റം ഉപയോഗിച്ച് സെൽ സൈഡ് എൻട്രീസ് വരുവാണെങ്കിൽ ഞാൻ കൂടുതൽ സെൽ സൈഡ് എൻട്രീസിലോട്ടേ ഞാൻ ആക്റ്റീവ് ആവത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെവൽസ് അനാലിസിസ്. അപ്പോൾ ഇത്രയും കണ്ടിട്ടുള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഇനി ചെയ്യാനായിട്ട് പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. നമ്മുടെ ടെലിഗ്രാമിലും കാര്യങ്ങളിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കൂടി ശ്രമിക്കുക. കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കറൻ്റ്ലി എനിക്ക് ഒരു ട്രേഡർക്ക് പറയാൻ തോന്നുന്നില്ല. പല ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ട്രേഡർ എന്ന് പറയാനായിട്ടുള്ളൊരു തോന്നൽ വരുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞാൽ കുറേ ആൾക്കാർ ഇതിലോട്ട് വരുന്നു. ഞാൻ ചില വീഡിയോസിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ സഡൻ ആയിട്ട് അവരുടെ കരിയർ ഇപ്പോൾ ഇടയ്ക്ക് കണ്ട ഒരു ഗെയിമറായിട്ട് നിൽക്കുന്ന ഒരാൾ പടേന്ന് ഷിഫ്റ്റ് ചെയ്ത് ട്രേഡറായി. എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എന്താണ് നടക്കുന്നത്. അപ്പോൾ ഈ ട്രേഡിങ് എന്താണെന്ന് കേൾക്കാത്ത ആൾക്കാർക്ക് ഓക്കെ ഞാൻ ഒരു ട്രേഡറാണ് എന്ന് പറയുമ്പോൾ ഓക്കെ ട്രേഡർ, പക്ഷെ എനിക്കിപ്പോൾ ഒരുമാതിരി റിഗ്രറ്റാണ് ആവുന്നത് ഇത്രയും ആൾക്കാർ ഇതിലോട്ട് വരുമ്പോൾ. അപ്പോൾ നിങ്ങളിത് വളരെ ഈസി ആണെന്ന് വിചാരിക്കരുത്. ഇതിൽ നിങ്ങൾ സ്ട്രാറ്റജിയിലും ഈ മെത്തേഡ്സിലും അണ്ടർസ്റ്റാൻഡിങ്ങിലും ഉപരി നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിന് ഇവിടെ വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുകയാണ്. ഇത്രയും ഇരുന്നവർക്ക് once again thank you. See you in next video. Bye guys.